ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയുള്ളി കൊണ്ടുള്ള അച്ചാറാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ കടുക്, ഉലുവ ഇത് രണ്ടും മൂപ്പിച്ചെടുക്കണം. കടുകും ഉലുവയും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് അച്ചാറിൽ ചേർക്കാനാണ്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി തോല് കളഞ്ഞ ചെറിയുള്ളി എടുക്കുക. പാകത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും. അതിനുശേഷം ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ അച്ചാർ ഇടാൻ ഉപയോഗിച്ചത് വെളിച്ചെണ്ണയാണ്. നല്ലെണ്ണയും വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. എന്നിട്ട് ഈ ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ചെറിയുള്ളി കഷ്ണങ്ങളാക്കാതെ ഇങ്ങനെ ഇട്ടിട്ടാണ് മൂപ്പിച്ചത്. സത്യത്തിൽ ഇത് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. കാരണം വെച്ചാൽ ഉപ്പ്, മുളക്, ബാക്കിയുള്ള എല്ലാതും നന്നായിട്ട് ഇതിൽ പിടിക്കണമെങ്കിൽ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് വഴറ്റിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് ചെറിയുള്ളി വഴറ്റിന് ശേഷം മാറ്റിയെടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അച്ചാറിൽ ചേർക്കേണ്ടായി. അതൊന്ന് അച്ചാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ചാർ തയ്യാറാക്കുന്ന ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കുക. പകുതി ഒന്ന് മുറിച്ചിട്ട് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ചെറിയുള്ളിയും ഇതേപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അച്ചാറിൽ ഇതേപോലെ ചേർക്കാവുന്നതാണ്. ചെറുള്ളി അല്ലട്ട, വെളുത്തുള്ളിയും ഇഞ്ചിയും നേരത്തെ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും, ചേർത്ത് ഇളക്കി നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്കതിൽ സുർക്ക ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സുർക്കയാണ്, അതായത് വിനാഗിരി. അതിനുശേഷം നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടുക്, ഉലുവ ഇത് രണ്ടും നമുക്ക് ചതച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, ഇത് പറയാൻ വിട്ടതാണ്. അപ്പോൾ കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് വഴറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി നമുക്ക് ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് കീറിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏകദേശം അച്ചാറായി. ഇതാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 2-3 ദിവസം അങ്ങനെ കുപ്പിയിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒന്നുകൂടി മാറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.